തൊണ്ണൂറുകളുടെ ചെറുപ്പവുമായി തോമസ് ഐസക്കിനായി പ്രവർത്തിക്കുന്ന 4 കമ്മ്യൂണിസ്റ്റുകൾ അടൂർ മുണ്ടപ്പള്ളിയിലുണ്ട്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയായിരുന്നു ഇവരുടെ രാഷ്ട്രീയ പ്രവേശം. കൃഷ്ണനാശാരിയും സുകുമാരനും ഇപ്പോഴും CPI മുണ്ടപ്പള്ളി പാറക്കൂട്ടം ബ്രാഞ്ച് അംഗങ്ങളാണ്. കുഞ്ഞിരാമൻ CPI ബ്രാഞ്ച് അംഗവുമാണ്. പ്രായാധിക്യം മൂലം തങ്കപ്പൻ CPI അംഗത്വത്തിൽ നിന്ന് ഒഴിവായതാണ്. മുണ്ടപ്പള്ളിയിൽ നിന്ന് സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി തിരുനെഞ്ചിൽ കടാര കയറ്റിയ ഘാതകരെ രക്ഷപ്പെടാൻ ഇനി നോക്കണ്ട, കേരളം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അടൂരിലെ പ്രായമേറിയ സഖാക്കളാണ്. പക്ഷെ പ്രായമുണ്ടെങ്കിലും ഇവരുടെ രാഷ്ട്രീയ ചിന്തകൾക്കൊന്നും പ്രായം ബാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും തോമസ് ഐസക്കിന് വേണ്ടി സജീവമാണ് എൻ്റെ കൂടെയുള്ള ഈ സഖാക്കള്. ആദ്യം നമുക്ക് പരിചയപ്പെടാവുന്ന കൃഷ്ണാശാരി എന്ന 91 വയസ്സുള്ള സഖാവ്. സഖാവ്, ഇത്തവണ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം? നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഐസക്. സംസ്ഥാന സർക്കാരിനെ പറ്റി എന്താണ് സഖാവിന് പറയുന്നത്? നല്ല അഭിപ്രായം, നല്ല രീതിയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറ്റിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അത് ഈ ധനമന്ത്രിയായിരുന്നു നമ്മുടെ ഐസക്. അദ്ദേഹം ആ ചാർജ് വിടുന്നവരെ എല്ലാ പെൻഷനുണ്ട്. ആ മാസം തരും. ഞാൻ പെൻഷന് വേണ്ടി സമരം ചെയ്ത് ഇരിക്കുന്നതിനാലായിരുന്നു 45 രൂപ കർഷക തൊഴിൽ പെൻഷൻ അനുവദിച്ചത്. അതൊക്കെ എങ്ങനെയാണ് മറക്കത്തില്ല. അടുത്ത ആളോട് പരിചയപ്പെടാം. സഖാവെ, പേരോടൊന്ന് പറയാം. സഖാവിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇത്തവണ പത്തനംതിട്ട ലോക്സഭ മണ്ഡലം ജയിക്കും? ഈ കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് സഖാവിന് പറയാനുള്ളത്? കേന്ദ്ര സർക്കാർ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അവർക്ക് എങ്ങനെ പൈസ കൊടുത്ത് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക. ഒരാളുടെ വേണമെന്ന് കണ്ട അയാൾക്ക് ചോദിക്കുന്ന പൈസ കൊടുത്ത് അയാളെ അങ്ങ് എടുക്കും. കേന്ദ്ര സർക്കാർ BJP-ക്കാർ BJP ആളെ വിലയ്ക്ക് വാങ്ങുക. നമുക്ക് അടുത്ത ആളോട് പോവാം. സഖാവിന്റെ പേരൂടെ ഒന്ന് പറയാം. കുഞ്ഞിരാമൻ. സഖാവെ, ഈ തവണ എങ്ങനെയാണ് തോമസ് ഐസക് പത്തനംതിട്ടയിൽ? ജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? നല്ലൊരു ഭരണകർത്താവാണ്. ഒന്ന്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പിന്നെ എല്ലാ തരത്തിലും നല്ല അറിവുള്ള ആളാണ്. ആളുകളുടെ ഈ അറിയുന്നത് ആ രീതിയിലാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആൻ്റെ വാർഡിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ സ്കൂളിൽ ഒരു വാർഷികം നടന്നപ്പോൾ അവിടെ വന്നെങ്കിൽ 2 മിനിറ്റ് നിർദ്ദേശിച്ച് പറഞ്ഞു എനിക്ക് കേന്ദ്രത്തിൽ പോകണം, പിന്നെ പാർലമെന്റിൽ പോകണം എന്നും പറഞ്ഞങ്ങ് പോകും. ഏറ്റവും ഒടുവിൽ ഇരിക്കുന്ന സഖാവിനോട് ചോദിക്കാം. സഖാവെ, എങ്ങനെയാണ് ഇത്തവണ പത്തനംതിട്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. തോമസ് ഐസക് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വരെ പറഞ്ഞ് എനിക്കറിയാം. തോമസ് ഐസക് ജയിക്കും. അതായത് ഇവരെ നമ്മൾ കൈ കിട്ടിയപ്പം നമുക്ക് അടൂരിന്റെ പഴയകാല രാഷ്ട്രീയം ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ സഖാവ് ഇപ്പോഴും പാർട്ടി അംഗമാണ്. രണ്ടുപേരും പാർട്ടി അംഗങ്ങളാണ്. ഇവർക്ക് പഴയകാല ചരിത്രം കൂടി നമുക്കൊന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയാകില്ല. ഞങ്ങൾ നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അടൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വളർച്ച ആദ്യഘട്ടം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അടൂര് ഞങ്ങളുടെ പ്രദേശത്ത് 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 56 ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ 5 പേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അന്ന് പോലീസ് പിടികൂടും. ഈ പാർട്ടിയുടെ ഒന്നും പേര് പറയത്തില്ല, രഹസ്യമായിട്ടാണ് കമ്മിറ്റി കൂടുന്നതൊക്കെ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഒരുപാട് അടിയും ഒക്കെ നടന്ന് എതിരാളികളുമായിട്ടേ കേസിൽ പ്രതിയായി കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ച കോടതിയുടെ തിണ്ണയ്ക്കായിരുന്നു കൂടുതൽ ദിവസവും. തുടർന്ന് ഇപ്പോഴും പാർട്ടിയുടെ ഒപ്പം സഞ്ചരിക്കുകയാണ് നിങ്ങളെല്ലാവരും, ഇല്ലേ? പാർട്ടിയുടെ ഒപ്പം. പിന്നീട് സഖാവ് CPI-യിൽ പോകും, CPI-യുടെ ഭാഗമാകുന്നു. മറ്റ് സഖാക്കൾ CPM-ൽ തന്നെ തുടരുന്നു. മുണ്ടപ്പള്ളി പാറക്കോട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നമ്മുടെ ഒപ്പം ചേരുവാണ്. ഈ സഖാക്കളുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. എങ്ങനെയുണ്ട് ഇവരുടെ പ്രവർത്തനമൊക്കെ? ഇവരുടെ പ്രവർത്തനം ഇവരുടെ ജീവിതാവസാനം വരെ അവർ ബ്രാഞ്ച് മെമ്പർമാരായി തുടരണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് അവർ മരിക്കും വരെ നമ്മളുടെ സഹാക്കളായിട്ട്, നമ്മളുടെ പാർട്ടി ലവി കൊടുക്കുന്ന സഹാക്കളായിട്ട് തുടരും. ഇവരെ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെയും
കൊണ്ട യാതനയുടെയും ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുന്നത്. അത് വളരെ ആവേശമാണ്. എന്തായാലും വളരെ ആക്റ്റീവാണ് ഈ 4 പേരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യവും ഇടതുപക്ഷത്തിൻ്റെ ഐക്യവുമാണ് ഇത് സംസാരിക്കുന്നത്. ഇത്തവണ പത്തനംതിട്ടയിൽ തോമസ് ഐസക് വിജയിക്കുമെന്ന് ഇവർക്ക് 4 പേർക്കും ഉറപ്പാണെന്നാണ് പറയുന്നത്. പത്തനംതിട്ട അടൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.